ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിട്ടുള്ള ഡൽഹി പോക്ക് സാധിച്ചു കേട്ടോ. ഡൽഹി പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. ഇതെൻ്റെ ഏട്ടനാട്ടോ. ഏട്ടനും ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്. നൈറ്റാട്ടോ കയറിയത്. അപ്പോൾ നൈറ്റുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഹോട്ടലിലേക്കാണ് പോയത്. അന്ന് എവിടേക്കും പോയിട്ടൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ ആദ്യം പോയത് താജ്മഹൽ കാണാനാണ്. രാവിലെ തന്നെ പോയതുകൊണ്ട് താജ്മഹൽ സ്വപ്നം കാണുന്ന പോലെയായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോയി. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാൻ. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാട്ടോ നമ്മുടെ കൂടെ വന്ന ഫാമിലി. എല്ലാവരും അടിപൊളിയായിരുന്നു. ഭയങ്കര ചില്ലായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ പോകണമെന്ന് വിചാരിച്ചൊരു ട്രിപ്പാട്ടോ. പക്ഷേ ഇപ്പോഴാണ് എല്ലാവർക്കും സാഹചര്യവും അതിനുള്ള ടൈമെല്ലാം കിട്ടിയത്. അപ്പോൾ നമ്മളൊന്നും നോക്കാതെ അങ്ങ് പോയതാട്ടോ. അപ്പം ഭയങ്കര വെയിലായിരുന്നു, അതേപോലെ ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. സഹിക്കാവുന്നതിലപ്പുറം ചൂടായിരുന്നു. പിന്നെ ഒരു കൊട്ട സൺസ്ക്രീം എല്ലാം പൊത്തിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. കാരണം എന്താ പറയുക, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ട്രിപ്പ് പോകണമെന്നും പുറത്തേക്ക് പോകണമെന്നും. ഇതുപോലെയൊക്കെ ഞാൻ പുറത്തോട്ട് പോകണതൊക്കെ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം കാണുമ്പോഴും ഭയങ്കര ഒരു അത്ഭുതവും സന്തോഷവും എല്ലാമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലത്തെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്ലോ മോഷൻ വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി ഞാൻ നടത്തിച്ച് കൊണ്ടുവരാം കേട്ടോ. ഏട്ടൻ ആദ്യമായിട്ടാട്ടോ പാൻറ്റും ഷർട്ടൊക്കെ ഇടുന്നത്. മൂപ്പരുടെ എപ്പോഴത്തെയും വേഷം ഷർട്ടും മുണ്ടുമായിരിക്കും. പിന്നെ നമ്മൾ പോയത് കുത്തമിനാറിലേക്കാട്ടോ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ആഗ്ര ഫോർട്ടിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇതൊന്നും ഞാനെടുത്ത വീഡിയോസ് അല്ല കേട്ടോ, കൂടെ വന്നവരെടുത്ത വീഡിയോസ് നമുക്ക് അയച്ചു തന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോയി. അവിടെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കങ്ങനെ ഫോൺ കയറ്റാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളും അവിടുത്തെ പരിസരങ്ങളെല്ലാം കൂടെ വീഡിയോ എടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതും കൂടെ കഴിഞ്ഞ് വേറൊരു അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ പരിസരം പോലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരിക കേട്ടോ. അത് നമ്മൾ പകൽ തന്നെയാണ് വന്നേ. പകൽ നമ്മൾ വിമാനത്തിൽ നിന്ന് നോക്കുന്ന കാഴ്ചകളാട്ടോ ഇത്. ആകാശവും അതുപോലെ എന്താ പറയുക, മേഘത്തിനെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട പോലെ കേട്ടോ. അപ്പം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി ഗൈസ്.